സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഇടപെട്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഡിജിപിയോട് റിപ്പോർട്ട് തേടി. നിലവിലെ സാഹചര്യവും സ്വീകരിച്ച നടപടികളും വിശദീകരിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. അതേസമയം സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ ലഹരി മരുന്ന് ഭീഷണി എങ്ങനെ നേരിടാമെന്നത് സംബന്ധിച്ച് ഗവർണർ വിളിച്ച വിസിമാരുടെ യോഗം ഉടൻ ചേരും. സംസ്ഥാനത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഗവർണർ ഇടപെടുന്നത്. നിലവിലെ സാഹചര്യവും സ്വീകരിച്ച നടപടികളും വിശദീകരിക്കണമെന്നും ഗവർണർ. വിഷയത്തിൽ ഗവർണർ ഡിജിപിയോട് റിപ്പോർട്ട് തേടി. സംസ്ഥാന വ്യാപകമായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഡിജിപി അറിയിക്കണമെന്നും നിർദ്ദേശം. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷമാകും റിപ്പോർട്ട് ഗവർണർക്ക് ഡിജിപി കൈമാറുക. മുഖ്യമന്ത്രിയുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി മരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലഹരി ഭീഷണി എങ്ങനെ നേരിടാമെന്ന് ചർച്ച ചെയ്യാനാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചത്. ഉച്ചയ്ക്ക് 2:30-നാണ് യോഗം. കലാലയങ്ങളിലെ ലഹരി ഉപയോഗം തടയുന്നത് യോഗത്തിൽ ചർച്ചയാകും. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയ പിടിമുറുക്കുന്നതിന്റെയും ലഹരി ഉപയോഗിച്ച ശേഷം വിദ്യാർത്ഥികൾക്കിടയിലെ സംഘർഷങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലുമാണ് യോഗം ചേരുന്നത്. ലഹരി മരുന്നുകൾ ജീവിതത്തെ തകർക്കുന്ന ശക്തിയാണെന്ന് ഗവർണർ നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും മയക്കുമരുന്ന് വ്യാപനം പ്രതിരോധിക്കാൻ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചിരുന്നു. ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ്, എക്സൈസ്, മിന്നൽ പരിശോധനകളും വ്യാപക ബോധവൽക്കരണവും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഗവർണർ വിസിമാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം. വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ഈ സംസ്ഥാനത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ ലഹരി വിഷയം തന്നെയാണ്. ഈ ലഹരി വ്യാപനത്തിൽ ഗവർണറുടെ വലിയ ഇടപെടൽ ഉണ്ടാകിയിരിക്കുകയാണ്. ഡിജിപിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. മാത്രവുമല്ല, ക്യാമ്പസുകളെ ഇത്തരത്തിൽ ലഹരി വിമുക്തമാക്കുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാനാകും എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി വിസിമാരുടെ യോഗവും വിളിച്ചു ചേർത്തിരിക്കുന്നു. ഗവർണർ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുന്നു എന്നല്ലേ ഈ ഘട്ടത്തിൽ പറയേണ്ടത്? നീലിമ, ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ കൂടിയായ ഒപ്പം തന്നെ വിവിധ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളിലും കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയ, ഒപ്പം തന്നെ ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥികൾ, അവർ കോളേജുകളിൽ ഉണ്ടാക്കുന്ന സംഘർഷങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിനെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഒരു പരിഹാരം കാണാം എന്നുള്ളതാണ് ഗവർണർ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് വിവിധ സർവകലാശാലകളുടെ വിസിമാരെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ച് യോഗം നടത്തുന്നത്. യോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരള സർവകലാശാല, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഒപ്പം തന്നെ സംസ്കൃതം സർവകലാശാല അടക്കം സംസ്ഥാനത്തെ വിവിധ സർവകലാശാല പ്രതിനിധികൾ, വിസിമാർ അടക്കമുള്ളവർ ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെയാണ് സംസ്ഥാനത്തെ ഡിജിപിയോട്, സംസ്ഥാന പോലീസ് മേധാവിയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ഗവർണർ തേടിയിട്ടുള്ളത്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ഡിജിപിയോട് തേടിയിട്ടുള്ളത്. എങ്ങനെ ഈ ലഹരി മാഫിയയും ലഹരി വിപണനവും വ്യാപാരവും ഒപ്പം തന്നെ അതിന്റെ വ്യാപനവും തടയാം എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിനൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി സംസ്ഥാന പോലീസ് മേധാവി തന്നെ കാണണം, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ റിപ്പോർട്ടിലൂടെ അറിയിക്കണം എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായും വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് രാജ്ഭവൻ അറിയിക്കുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ളൊരു ആപത്ത്, വലിയ രീതിയിലുള്ളൊരു വ്യാപനം സംസ്ഥാന വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നവർ ട്രെയിൻ ഗതാഗതം ഉപയോഗിച്ചും മറ്റ് വാഹനങ്ങളിലൂടെയും ഒക്കെ തന്നെ ലഹരി കേരളത്തിലേക്ക് എത്തുന്നു. അതിനെ കൊച്ചു കുട്ടികളെ ഉൾപ്പെടെ അതിന്റെ കാരിയറായി ഉപയോഗിക്കുന്നു. സംസ്ഥാന വ്യാപകമായി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ചോക്ലേറ്റിലടക്കം ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ 4 വയസ്സുകാരനും 4 വയസ്സുള്ള കുഞ്ഞു കുട്ടിയുടെ ശരീരത്തിലും ലഹരി എത്തിയ സാഹചര്യം അടക്കം ഗൗരവത്തോടു കൂടി തന്നെയാണ് ഗവർണർ ഇപ്പോൾ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ നടപടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലും വിവിധ കോളേജുകളിലും ലഹരി ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം, ലഹരി ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളൊരു ആലോചന, അതിലൊരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുക എന്നതുകൂടിയാണ് ഈ യോഗത്തിൽ നിന്ന് ഗവർണർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും രാജ്ഭവനിൽ ഇപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലറാണ്. എല്ലാ സർവകലാശാലകളും, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് സർക്കാരിന് കീഴിൽ വരുന്ന, ചാൻസലറിന് കീഴിൽ വരുന്ന 14 സർവകലാശാലകളുടെയും പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സർവകലാശാലകൾക്ക് കീഴിൽ വരുന്ന, അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലും ലഹരി തടയുക, ബോധവൽക്കരണം ഉണ്ടാക്കുക, വിദ്യാർത്ഥികളുടെ ലഹരിയോടുള്ള ആകർഷണം അത് കുറയ്ക്കാനുള്ള നടപടികൾ കൂടിയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ നിർണായകമായി വരിക. ഒപ്പം
ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് DGPയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതിനനുസരിച്ച് മറ്റ് നടപടികളിലേക്ക് കൂടി ഗവർണർ കടക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഒരു പക്ഷേ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ലഹരി ഒഴുക്ക് കേരളത്തിലേക്ക് ഉണ്ടാകുന്നു. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ അടക്കം പരിശോധന നടത്തിയിട്ട് പോലും പല ഘട്ടങ്ങളിലും ചെക്ക് പോസ്റ്റുകൾ കടന്ന് ലഹരി പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നു. സിന്തറ്റിക് മരുന്നുകൾ അടക്കം കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ എങ്ങനെ മറികടക്കാം, ഒറ്റക്കെട്ടായി ചെറുക്കാം എന്നുള്ളൊരു ആലോചന കൂടിയാണ് ഇന്നത്തെ യോഗത്തിലും ഒപ്പം തന്നെ ഗവർണറുടെ നിർണായകമായിട്ടുള്ള DGPയോടുള്ള റിപ്പോർട്ട് തേടലിൽ നമുക്ക് മനസ്സിലാക്കാൻ ഓക്കെ ശാലിനി.